ഞാൻ എൽസ. എല്ലാവർക്കും KL26 മലാവിക്കാരിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മലാവിയിലെ എൻ്റെ ബെറ്റ കളക്ഷൻസിൻ്റെ വീഡിയോയാണ്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നതാണ് മലാവിയിലെ എൻ്റെ ബെറ്റാസ്. ഇതിനെ എല്ലാം ഞാൻ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് വളർത്തിക്കൊണ്ട് വന്ന ഫിഷസാണ്. അപ്പം ഇതിൽ കൂടുതലും ബ്ലൂ ഷെയ്ഡ് ബെറ്റാസാണുള്ളത്. ചിലത് ബ്ലൂവും വൈറ്റും മിക്സഡ് ആയിട്ടുള്ള ബെറ്റാസാണ്. അപ്പോൾ ഇതുങ്ങളെല്ലാം ഇന്ന് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ നിന്നും ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് മാറ്റാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള മെയിൽ ബെറ്റ ഫിഷുകൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കൂടുതലും ഫുൾ ബ്ലൂ കളറും പിന്നെ ബ്ലൂവിലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നതും പിന്നെ വൈറ്റിൽ ചെറിയതുണ്ട്, അതിൽ കാണുന്ന പോലെ വൈറ്റിൽ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നത്, അങ്ങനെയുള്ള ഫിഷുകളാണ് കൂടുതലായിട്ടുള്ളത്. ഇത് എൻ്റെ കയ്യിലുള്ള ഫീമെയിൽ ബെറ്റ ഫിഷസ് ആണ്. ഇതിൽ ഫുൾ ബ്ലൂ കളറിലുള്ളതുണ്ട്, പിന്നെ ടീൽ ബ്ലൂ കളറ്, പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്ന ഫീമെയിൽ ബെറ്റ ഫിഷസും ഉണ്ട് ഇതിൽ. ഗ്ലാസ്സിലെ ബെറ്റ ഫിഷിനെ കണ്ടെയ്നറിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന വെള്ളം 3 ദിവസം മുന്നേ പിടിച്ചു വെച്ചേക്കുന്ന വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ക്ലോറിനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഫിഷിനെ ഇറക്കി വെക്കുക. അതിൻ്റെ അകത്തോട്ട് ഒരു വാട്ടർ പ്ലാന്റ് ഇട്ട് കൊടുക്കുക. ബെറ്റാസിനെ എല്ലാം വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ആൽമണ്ട് ലീഫ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ബെറ്റ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ആൽമണ്ട് ലീഫ് കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ ആൽമണ്ട് ലീഫ് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇനി ബെറ്റ കിടക്കുന്ന വെള്ളത്തിൻ്റെയും കണ്ടെയ്നറിലെ വെള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആകുമ്പോൾ ഒരു 20 മിനിറ്റ്സിന് ശേഷം ഇതുങ്ങളെ ആ വെള്ളത്തിലേക്ക് ഇറക്കി വിടാം. ബെറ്റാസിനെ എല്ലാം ടെമ്പറേച്ചർ സെറ്റായതിനു ശേഷം ഇറക്കി വെള്ളത്തിലേക്ക് വിട്ടു. അപ്പോൾ ഈ ഒരു ടൈമിൽ ഏതെങ്കിലും ബെറ്റാസിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ പോലെ തോന്നുന്നു അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാതിരിക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ കല്ലുപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.